Hi students. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 7 ആയ കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അപ്പോൾ അതിൽ നമ്മൾ ഫ്രാക്ഷൻസിനെയും ഡെസിമൽസിനെയും ഒക്കെ എങ്ങനെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുക, അതുപോലെ എങ്ങനെയാണ് പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലോട്ടും ഡെസിമലിലോട്ടും കൺവേർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ കോസ്റ്റ് പ്രൈസ് പഠിച്ചിരുന്നു, ദെൻ സെല്ലിംഗ് പ്രൈസ് പഠിച്ചിരുന്നു, പിന്നെ നമ്മൾ ഇൻട്രസ്റ്റ്, ലോണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ 7th സ്റ്റാൻഡേർഡ് പഠിച്ചിരുന്നു അല്ലെ. ഇനി നമ്മൾ കുറച്ചു കാര്യം കൂടെ കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിന് പഠിക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താണ് റേഷ്യോസ് ആൻഡ് പെർസെൻറ്റേജസ്, അതൊക്കെ നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ ഈ ഒരു കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ബട്ട് ഇവിടെ നമുക്ക് ഒന്നും കൂടെ അതിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് പെർസെൻറ്റേജ്, എന്താണ് റേഷ്യോ എന്നൊക്കെ ഉള്ളത്. വി നോ റേഷ്യോ മീൻസ് കമ്പയറിംഗ് ടു ക്വാണ്ടിറ്റീസ് അല്ലേ. രണ്ട് ക്വാണ്ടിറ്റീസ് കമ്പയർ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുക, റേഷ്യോ ഉപയോഗിക്കുക അല്ലേ. റേഷ്യോ എന്ന് പറഞ്ഞാൽ കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് കമ്പയർ ചെയ്യാം. നമുക്കറിയാം 2:1 ഒരു റേഷ്യോ ആണ്. അപ്പം അതിനെ നമുക്ക് 2/1 എഴുതാൻ പറ്റും അല്ലേ. 2:1, then 7:5. അതൊക്കെ എന്താ, റേഷ്യോ ആണ്. നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുക റേഷ്യോ ഇങ്ങനെയാണ് അല്ലെ. 2 ഡോട്ട് വെച്ചിട്ടാണ് യൂഷ്വലി റേഷ്യോനെ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഇനി എ ബാസ്ക്കറ്റ് ഹാസ് 2 types ഓഫ് ഫ്രൂട്ട്സ്. ഒരു ബാസ്ക്കറ്റ് ഉണ്ട് നമ്മളെ കയ്യിൽ, അതിൽ 2 types ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട്. ഒരു ടൈപ്പ് ഓഫ് ഫ്രൂട്ട് ആപ്പിൾ ആണ്. എത്ര ആപ്പിൾ ഉണ്ട്? 20 ആപ്പിൾസ് ഉണ്ട്. അതുപോലെ 5 ഓറഞ്ചസും ഉണ്ട്. 20 ആപ്പിൾസും ഉണ്ട്, 5 ഓറഞ്ചസും ഉണ്ട്. Then the ratio of the number of oranges to the number of apples എന്ത് വരും? അപ്പൊ നമ്മളോട് നമ്പർ ഓഫ് ഓറഞ്ചസ് ടു നമ്പർ ഓഫ് ആപ്പിൾസ്. ആദ്യം പറഞ്ഞത് എന്താ, ഓറഞ്ചിനെയാണ്. അപ്പൊ ആദ്യം നമ്മൾ ഓറഞ്ചിന്റെ നമ്പർ ആണ് എഴുതുക, 5 കണ്ടോ, 5:2. then പിന്നെ പറഞ്ഞതാണ് ആപ്പിള്. അപ്പൊ എന്താ ആപ്പിളിൻ്റെത്? 20 ആപ്പിൾ ആണ്. സോ 20, 5:20. ഇനി നമ്മളോട് നമ്പർ ഓഫ് ആപ്പിൾസ് ടു ഓറഞ്ചസ് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ആപ്പിളിൻ്റെത് എഴുതണം. അപ്പൊ എന്ത് വരും? 20. then നമ്പർ ഓഫ് ഓറഞ്ചസ് ആണ് എഴുതേണ്ടത് 5. അപ്പൊ 20:5. ഇതെന്താ, ഓറഞ്ചസ് ടു ആപ്പിൾ ആയതുകൊണ്ടാണ് 5:20. ഇനി ആപ്പിൾ ടു ഓറഞ്ച് ആണെങ്കിൽ 20:5 ആയിരിക്കും. ഓക്കെ, the comparison can be done by using fractions as. ഫ്രാക്ഷനിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മളെ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഓറഞ്ചസ് ടു നമ്പർ ഓഫ് ആപ്പിൾസ് 5:20 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കറിയാം റേഷ്യോനെ നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റൂ അല്ലെ. അപ്പൊ 5:20 5/20 ആക്കി എഴുതി. 5/20 സിംപ്ലിഫൈ ചെയ്തപ്പോൾ 1/4. എല്ലാവർക്കും അറിയില്ലേ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ? നമ്മള് 5/20 രണ്ടും നമുക്കറിയാം 5ന്റെ മൾട്ടിപ്ലിക്കേഷനിലുള്ളതാണ്. അപ്പൊ നമ്മൾ രണ്ടിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 5/5, 20/5, 4, 1/4. സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സിംപ്ലസ്റ്റ് ഫോം കിട്ടുക അല്ലെ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് 1/4 എന്ന് കിട്ടി. എന്ത്? നമ്പർ ഓഫ് ഓറഞ്ചസ് ടു ആപ്പിൾ. The number of oranges is 1/4 the number of apple. അപ്പം നമ്പർ ഓഫ് ഓറഞ്ചസ് എന്താ? 1/4 the number of apple. ആപ്പിളിനേക്കാളും 1/4 ആണോ? അല്ല, ഓറഞ്ചസ് ഈസ് 1/4 the number of apple. ആപ്പിളിന്റെ 1/4 ആണ് എന്ത്? ഓറഞ്ച്. ഇൻ ടേംസ് ഓഫ് റേഷ്യോ ദിസ് ഈസ് 1:4. അപ്പൊ ഇതിന്റെ റേഷ്യോയിൽ 1/4 നമുക്ക് 1:4. ഫ്രാക്ഷന് നമ്മൾ എന്താക്കി? റേഷ്യോ ആക്കി. ഇത് നമ്മൾ റീഡ് ചെയ്യുക എങ്ങനെ? 1:4. then നമ്പർ ഓഫ് ആപ്പിൾസ് ടു നമ്പർ ഓഫ് ഓറഞ്ചസ്. നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മൾ നമ്പർ ഓഫ് ഓറഞ്ചസ് ടു ആപ്പിൾ നമുക്ക് എന്ത് കിട്ടി? 1:4 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആപ്പിൾസ് ടു ഓറഞ്ചസ്, ആപ്പിൾ എത്ര തന്നെയായിരുന്നു? 20:4. അപ്പൊ ആദ്യം നമ്മളോട് എന്താണ് പറഞ്ഞത്, അതാണ് നമ്മൾ ആദ്യം റേഷ്യോയിൽ എഴുതുക. ഓക്കെ, അല്ലെങ്കിൽ 4:20 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓറഞ്ചസ് ടു ആപ്പിൾ ആണ്. ഇവിടെ നമ്പർ ഓഫ് ആപ്പിൾസ് ടു നമ്പർ ഓഫ് ഓറഞ്ചസ് ആ. അപ്പൊ 4:20 20:4 ഡിഫറെന്റ് ആണ്. ഓക്കെ, സെയിം അല്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 20/5 ആണോ വരിക? നമ്മുടെ അടുത്ത് എത്ര ഓറഞ്ചസ് ആയിരുന്നു? യെസ്, 5 ആയിരുന്നു നമ്മളെ ഓറഞ്ചസ് അല്ലേ.
നമ്പർ ഓഫ് ഓറഞ്ചസ് 5 ആണ്. അപ്പൊ 20:5 എന്ന് വരും അല്ലെ. അപ്പൊ ദാറ്റ് മീൻസ് 20/5. 20 divided by 5 എന്ന് പറഞ്ഞാൽ എന്താ 4 ആണ്. ദാറ്റ് മീൻസ് 4/1. 4/1 എന്ന് പറഞ്ഞാലും 4 എന്ന് പറഞ്ഞാലും സെയിം ആണ്. വിച്ച് മീൻസ് നമ്പർ ഓഫ് ആപ്പിൾസ് ഈസ് 4 times the number of oranges. അപ്പൊ നമ്പർ ഓഫ് ആപ്പിൾ എന്താ 4 times the number of orange. ഓറഞ്ചിനേക്കാളും 4 times ഉണ്ട് എന്ത് number of apples. This comparison can also be done using percentages. അപ്പൊ ഇതുവരെ നമ്മൾ കമ്പയർ ചെയ്തത് നമുക്ക് ഇവിടെ കിട്ടിയത് number of oranges is 1/4 the number of apples ന. ഇങ്ങനെ ചെയ്തപ്പം number of apple is 4 times the number of oranges. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു റേഷ്യോ കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്തു അല്ലെ കമ്പാരിസണ്. അതുപോലെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം പെർസെന്റേജും എന്തിനു യൂസ് ചെയ്യാൻ പറ്റും കമ്പാരിസണിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം there are 5 oranges out of 25 fruits. റേഷ്യോ വെച്ചിട്ടുള്ള കമ്പാരിസൺ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പെർസെന്റേജിലോട്ട് വരികയാണ്. ഓക്കെ, അപ്പൊ പെർസെന്റേജ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ 5 oranges ആണ് 25 ഫ്രൂട്ട്സ് അല്ലെ. ഇപ്പം നമ്മളെ ക്വസ്റ്റ്യനിൽ 20 ആപ്പിളും 5 ഓറഞ്ചും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ടോട്ടൽ എത്ര ഉണ്ട് 25 ഫ്രൂട്ട്സ് ഉണ്ട് അല്ലെ. 20 + 5 25 ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പം 5 ഓറഞ്ചസ് ആണ് ഔട്ട് ഓഫ് 25 ഫ്രൂട്ട്സ്. 25 ഫ്രൂട്ട്സിൽ 5 ഓറഞ്ചസ് ആണ്. അങ്ങനെയാണെങ്കിൽ പെർസെന്റേജ് ഓഫ് ഓറഞ്ചസ് എന്ത് വരും 5/25 ആയിരിക്കും നമ്മളെ ഫ്രാക്ഷൻ അല്ലെ. എപ്പോഴും ടോട്ടൽ ആയിരിക്കും നമ്മളെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിൽ വരിക. അപ്പൊ ഓറഞ്ചിന്റെ ഫ്രാക്ഷൻ എന്ത് വരും ഓറഞ്ചിന്റെ നമ്പർ 5 ആണ് ബൈ ടോട്ടൽ എത്ര ഫ്രൂട്ട്സ് ഉണ്ട് 25. അപ്പൊ ഓറഞ്ചിന്റെ ഫ്രാക്ഷൻ എന്ത് വന്ന് 5/25. ഇനി എങ്ങനെയാണ് ഒരു ഫ്രാക്ഷനെ പെർസെന്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളത് നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചിരുന്നു. നമ്മൾ 3 മെത്തേഡ് വെച്ചിട്ട് ഫ്രാക്ഷനെ കമ്പയർ ചെയ്തിരുന്നു അല്ലെ. ഒന്നെന്തായിരുന്നു ഫ്രാക്ഷനെ പെർസെന്റേജിലോട്ട് ആക്കിയിരുന്നു 3 മെത്തേഡ് വെച്ചിട്ട്. ഒന്ന് ഫ്രാക്ഷനെ ഇൻറ്റു 100/100 ചെയ്തു. സെക്കൻഡ് നമ്മൾ എന്താ ചെയ്തത് ഡിനോമിനേറ്റർ 100 ആക്കാൻ നോക്കി. പിന്നെ നമ്മളൊരു യൂണിറ്ററി മെത്തേഡ് ആ ഒരു ഫ്രാക്ഷനെ ഇൻറ്റു 100 ചെയ്താൽ ആ ഫ്രാക്ഷൻ എന്തായി മാറും പെർസെന്റേജ് ആയിട്ട് മാറും. അപ്പം ഡിനോമിനേറ്റർ 100 ആക്കാൻ നമുക്ക് എല്ലാ നമ്പറിലും പോസിബിൾ അല്ല. നമുക്ക് ഇവിടെ 25 ആണ് തന്നത്. 25 നമുക്ക് ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 വരും. ബട്ട് എല്ലാ കേസിലും നമുക്ക് ഡിനോമിനേറ്ററിനെ 100 ആക്കാൻ പറ്റുമോ? അപ്പൊ നമ്മളെ ഡിനോമിനേറ്റർ 6 ആണ്. 6 ആയാൽ 6ന് നമുക്ക് 100 ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 കിട്ടുമോ? ഇല്ല. അപ്പൊ 25ന് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യം അത് വെച്ചിട്ടാണ് ചെയ്തത്. 5/25. 25നെ ഇൻറ്റു 4 ചെയ്താൽ നമുക്ക് 100 കിട്ടും. നമ്മൾ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ തന്നെ ഡിനോമിനേറ്റർ 100 ആയിരിക്കണം അല്ലെ. അപ്പം ഇൻറ്റു എന്താണോ നമ്മൾ ഡിനോമിനേറ്ററിൽ ചെയ്തത് അത് തന്നെ നമ്മൾ ന്യൂമറേറ്ററിലും ചെയ്തു. അപ്പം 4/4. അപ്പൊ 5 × 4 20 ആണ്. 25 × 4 100 ആണ്. ഇനി ഒന്നും നോക്കാനില്ല. ഡിനോമിനേറ്റർ 100 തന്നാൽ നമ്മളെ ന്യൂമറേറ്റർ ആണ് എന്ത് പെർസെന്റേജ്. അവ 20%. അപ്പൊ ഡിനോമിനേറ്റർ എങ്ങനെയെങ്കിലും 100 ആക്കിയാൽ നമ്മുടെ ന്യൂമറേറ്റർ ആയിരിക്കും പെർസെന്റേജ്. ബട്ട് ഇത് എല്ലാ കേസിലും പോസിബിൾ ആവില്ല. ഇത് നമുക്ക് 100നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും അല്ലെ 4 കിട്ടും. അപ്പൊ നമുക്ക് 100നെ ഏതൊക്കെ നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് അത് വെച്ചിട്ടേ നമുക്ക് ഡിനോമിനേറ്റർ 100 ആക്കാൻ പറ്റുള്ളൂ. ഇനി വേറെ യൂണിറ്ററി മെത്തേഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞ യൂണിറ്ററി മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാ ചെയ്തത് 25 ഫ്രൂട്ട്സ് ഉണ്ട്. അതിൽ നമ്പർ ഓഫ് ഓറഞ്ചസ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ 100 ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ഓറഞ്ച് എന്തായിരിക്കും 5/25 × 100. അങ്ങനെയും നമ്മൾ ഫ്രാക്ഷൻ എന്ത് ചെയ്യും പെർസെന്റേജിലോട്ടാക്കും. ഓക്കെ, അപ്പം 5/25 × 100 എന്ന് പറഞ്ഞാൽ എന്താ 500 / 25. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. 25ഉം 100ഉം ക്യാൻസൽ ചെയ്താൽ 4 കിട്ടും. അപ്പൊ 5 × 4 which is equal to 20. അപ്പൊ എന്ത് കിട്ടി 20% എന്ന് കിട്ടി. അപ്പൊ ഒരു ഫ്രാക്ഷനെ ഫ്രാക്ഷനെ പെർസെന്റേജിലോട്ടാക്കാൻ ഇൻറ്റു 100 ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഡിനോമിനേറ്റർ 100 ആക്കാം. അല്ലെങ്കിൽ ഇൻറ്റു 100/100 ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് 20% ആണ് എന്ത് ഓറഞ്ചിന്റെ പെർസെന്റേജ്. അങ്ങനെയാണെങ്കിൽ ആപ്പിളിന്റെ എത്ര പെർസെന്റേജ് ഉണ്ടാവും
20% ഏത് മെത്തേഡ് വെച്ച് ചെയ്താലും നമ്മൾ പെർസെൻറ്റേജ് കണ്ടപ്പം 20% ആണ് എന്തുള്ളത്, നമ്മളെ ഓറഞ്ച് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആപ്പിളിന്റെ കണ്ടൂടെ? ഈ ഒരു ബോക്സിൽ ആപ്പിളും ഓറഞ്ചും മാത്രമാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പെർസെൻറ്റേജ് ഓഫ് ആപ്പിൾസ് പ്ലസ് പെർസെൻറ്റേജ് ഓഫ് ഓറഞ്ച് ആയിരിക്കും 100. പെർസെൻറ്റേജ് എപ്പോഴും ടോട്ടൽ 100 അല്ലേ വരിക? യെസ്. അപ്പൊ പെർസെൻറ്റേജ് ഓഫ് ആപ്പിൾസ് പ്ലസ് പെർസെൻറ്റേജ് ഓഫ് ഓറഞ്ച് ഈസ് ഈക്വൽ ടു 100. പെർസെൻറ്റേജ് ഓഫ് ഓറഞ്ച് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, 20 ആണ് അല്ലേ? അപ്പൊ പെർസെൻറ്റേജ് ഓഫ് ആപ്പിൾസ് പ്ലസ് 20 ഈസ് ഈക്വൽ ടു 100. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ആപ്പിൾ കാണാൻ 100 20 സബ്ട്രാക്ട് ചെയ്താൽ പോരെ? യെസ്. 100 minus 20 which is equal to 80. അപ്പൊ പെർസെൻറ്റേജ് ഓഫ് ആപ്പിൾ 80 പെർസെൻറ്റേജ് ഓഫ് ഓറഞ്ച് എന്തുമാണ്? 20. Clear? അപ്പൊ thus the basket has 20% oranges and 80% apples. 20% ഓറഞ്ചസും 80% ആപ്പിൾസുമാണ് എന്ത് നമ്മളെ ഈ ഒരു ബാസ്കറ്റിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇനി ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അറിയാം അല്ലെ? അപ്പൊ 20% ഓറഞ്ചും 80% ആപ്പിളുമാണെന്ന് കിട്ടി. ഈ നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ എന്താ? A picnic is being planned in a school for class 7th. ഓക്കെ, അപ്പൊ 7th സ്റ്റാൻഡേർഡിന് ഒരു പിക്നിക് പ്ലാൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഗേൾസ് ആർ 60% ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ഗേൾസിന്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ഗേൾസിന്റെ പെർസെൻറ്റേജ് ആണ് 60%. ഓക്കെ, of the total number of students and are 18 in number. ഗേൾസിന്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ഗേൾസിന്റെ പെർസെൻറ്റേജ് തന്നത് 60 ആണ്. 60% ആണ്. അതുപോലെ ഗേൾസിന്റെ തന്നെ നമ്പറും തന്നിട്ടുണ്ട്. ഗേൾസിന്റെ നമ്പർ എത്ര തന്നത്? 18. അപ്പം ഗേൾസിന്റെ എല്ലാം തന്നിട്ടുണ്ട്, പെർസെൻറ്റേജും തന്നിട്ടുണ്ട്, നമ്പറും തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ പറഞ്ഞേ? ദ പിക്നിക് സൈറ്റ് ഈസ് 55 കിലോമീറ്റർ ഫ്രം ദ സ്കൂൾ. ഇതാണ് നമ്മളെ സ്കൂൾ. അപ്പൊ ഈ സ്കൂളിന് നമ്മൾ പിക്നിക്കിന് പോണ ഈ ഒരു പ്ലേസ് എന്തുണ്ട്? 55 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ്. ഓക്കെ, സ്കൂളിന് പിക്നിക്ക് പോണ പ്ലേസ് എത്രയാണ് ഡിസ്റ്റൻസ്? 55 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ്. And the transport company is charging at the rate of ₹12 per kilometer. അപ്പൊ ട്രാൻസ്പോർട്ട് കമ്പനി എത്ര ചാർജ് ചെയ്യുന്നത്? പെർ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ. 1 കിലോമീറ്ററിന് 12 rupees ആണ് ചാർജ് ചെയ്യുന്നത്. ടോട്ടൽ 55 കിലോമീറ്റർ പോകാനുണ്ട്. അതിൽ 1 കിലോമീറ്ററിന് ചാർജ് വരുന്നത് ₹12 ആണ്. ഓക്കെ, 1 കിലോമീറ്ററിന് ₹12 ആണ്. ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് റീഫ്രഷ്മെന്റ്സ്, അങ്ങനെയാണെങ്കിൽ റീഫ്രഷ്മെന്റിന്റെ കോസ്റ്റ് 4280 ആണ്. 4280 ആണ് റീഫ്രഷ്മെന്റിന്റെ കോസ്റ്റ്. അപ്പൊ ഇതാണ് നമ്മളോട് പറഞ്ഞത്. ഒരു പിക്നിക് കണ്ടക്ട് ചെയ്യുന്നുണ്ട് 7th സ്റ്റാൻഡേർഡിന്. അതില് 60% ഗേൾസ് ആണ്. ഗേൾസിന്റെ നമ്പർ 18 ആണ്. ടോട്ടൽ നമ്പർ നമുക്കറിയില്ല, ബോയ്സിന്റെ നമ്പറും നമുക്കറിയില്ല. പിന്നെ നമ്മളോട് പറഞ്ഞത് പിക്നിക് സൈറ്റ് സ്കൂളിന് 55 കിലോമീറ്റർ ആണ് പോകാനുള്ളത്. ഓക്കെ, ഡിസ്റ്റൻസ് 55 കിലോമീറ്റർ ആണ്. അതിൽ 1 കിലോമീറ്ററിന് ചാർജ് വരുന്നത് ₹12 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് റീഫ്രഷ്മെന്റ് എന്തായിരിക്കും? ഇവിടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് റീഫ്രഷ്മെന്റും തന്നിട്ടുണ്ട് 4280. അപ്പൊ ഇതാണ് നമ്മളെ എക്സാമ്പിൾ. അപ്പൊ ഇതിന് നമുക്ക് ക്വസ്റ്റ്യൻസ് തരും, അതിന്റെ ആൻസേഴ്സ്. ക്വസ്റ്റ്യൻസ് ഇതാണ്: ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ടു നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദ ക്ലാസ്. നമുക്ക് ഗേൾസിന്റെ നമ്പർ തന്നിട്ടുണ്ട്, ബോയ്സിന്റെ നമ്പർ തന്നിട്ടുണ്ടോ? ഇല്ല. ബോയ്സിന്റെ നമ്പർ നമുക്ക് കാണണം. ബോയ്സിന്റെ നമ്പറും ഗേൾസിന്റെ നമ്പറും വെച്ചിട്ടല്ലേ നമ്മൾ റേഷ്യോ കാണുക. റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഗേൾസ് ടു നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദ ക്ലാസ്. നമ്പർ ഓഫ് ഗേൾസ് തന്നിട്ടുണ്ട് 18 ആയിരുന്നു നമ്മളെ ക്വസ്റ്റ്യനിൽ അല്ലേ? 18 ആയിരുന്നു നമ്മളെ ഗേൾസിന്റെ നമ്പർ. നമ്മളോട് ബോയ്സിന്റെ നമ്പർ ചോദിച്ചു. നമ്പർ ഓഫ് ബോയ്സ്, ബോയ്സിന്റെ നമ്പർ ചോദിച്ചപ്പം നമുക്ക് ബോയ്സിന്റെ നമ്പർ അറിയില്ല, ടോട്ടൽ നമ്പറും അറിയില്ല, ആകെ ഗേൾസിന്റെ നമ്പർ മാത്രമേ അറിയുള്ളൂ. അപ്പൊ നമ്മൾ റേഷ്യോ കാണണം. അതെങ്ങനെ കാണാന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ദ കോസ്റ്റ് പെർ ഹെഡ് ഇഫ് 2 ടീച്ചേഴ്സ് ആർ ഓൾസോ ഗോയിങ് വിത്ത് ദ ക്ലാസ്. അപ്പം ഒരാൾക്കുള്ള കോസ്റ്റ് പെർ ഹെഡ്, ഒരാൾക്ക് എത്ര കോസ്റ്റ് ആവും ആ ഒരു പിക്നിക്കിന് പോവാൻ? ഇഫ് 2 ടീച്ചേഴ്സ് ആർ ഓൾസോ ഗോയിങ് വിത്ത് ദ ക്ലാസ്. ക്ലാസിന്റെ കൂടെ
എത്ര ആൾക്കാർ 2 ടീച്ചേഴ്സും കൂടെ പോകുന്നുണ്ട്. ഓക്കെ, 2 ടീച്ചേഴ്സും കൂടെ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരാൾക്കുള്ള കോസ്റ്റ് എന്തായിരിക്കും? അതാണ് നമ്മളെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താ? ഇഫ് ദർ ഫസ്റ്റ് സ്റ്റോപ്പ് ഈസ് അറ്റ് എ പ്ലേസ് 22 കിലോമീറ്റർ ഫ്രം ദ സ്കൂൾ. അപ്പം ഫസ്റ്റ് 22 ഈ സ്കൂളിന് എന്താണ് 22 കിലോമീറ്റർ ആണ് ഫസ്റ്റ് സ്റ്റോപ്പ്. ഫസ്റ്റ് സ്റ്റോപ്പ് 22 കിലോമീറ്റർ ആണ് സ്കൂളിന്. വാട്ട് പെർസെന്റ് ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് 55 കിലോമീറ്റർ ഇസ് ദിസ്? അങ്ങനെയാണെങ്കിൽ എത്രയാണ് പെർസെന്റേജ് എന്തിന്റെ? ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് 55 കിലോമീറ്റർ ഈസ് ദിസ്. വാട്ട് പെർസെന്റ് ഓഫ് ദ ഡിസ്റ്റൻസ് ഈസ് ലെഫ്റ്റ് ടു ബി കവേർഡ്? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് 55 കിലോമീറ്റർ ഇതിന്റെ എത്ര പെർസെന്റേജ് ആണ്? അതുപോലെ എത്ര പെർസെന്റേജ് ആണ് ബാക്കി കവർ ചെയ്യാനുള്ളത്? ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു ഇതിന് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മളോട് പറഞ്ഞത് റേഷ്യോ അല്ലേ? റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഗേൾസ് ടു നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദ ക്ലാസ്. ഗേൾസിന്റെ നമ്പർ തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ടു ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഗേൾസ് ടു ബോയ്സ്, അഷിമ ആൻഡ് ജോൺ പ്രൊഡ്യൂസ് ദ ഫോളോയിങ് ആൻസേഴ്സ്. അഷിമയും ജോണും ഡിഫറെന്റ് മെത്തേഡ്സ് വെച്ചിട്ടാണ് ആൻസർ കണ്ടത്. ആൻസർ കാണാൻ ആദ്യം നമുക്ക് എന്ത് വേണം? ബോയ്സിന്റെ നമ്പർ വേണം. They need to know the number of boys and the total number of students. ബോയ്സിന്റെ നമ്പറും ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസും അവർ രണ്ടാളും കാണാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാ ചെയ്തത്. അഷിമ ഇങ്ങനെയാണ് ചെയ്തത്. എന്താ? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എക്സ് കൊടുത്തു. നമുക്ക് അറിയില്ല ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്. അപ്പൊ അഷിമ എന്ത് ചെയ്തു? ഫൈൻഡ് ചെയ്യണം നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അതുകൊണ്ട് അഷിമ എക്സ് എന്ന് കൊടുത്തു, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഇനി 60% ഓഫ് എക്സ് ആണ് ഗേൾസ് അല്ലെ? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഗേൾസിന്റെ പെർസെന്റേജ് 60 ആണ്. 60% ഓഫ് സ്റ്റുഡൻസ് ആണ് ഗേൾസ് അല്ലെ? അപ്പൊ അത് 18 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 60% ഓഫ് ടോട്ടൽ എക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്റ്റുഡൻസ്. ടോട്ടൽ സ്റ്റുഡൻസിന്റെ 60% ആണ് എന്ത്? ഗേൾസ്. അപ്പൊ 60% ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 18 എഴുതി കൂടെ? 60% എന്ന് പറഞ്ഞാൽ എന്താ? ഗേൾസിന്റെ പെർസെന്റേജ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. 18 എന്ന് പറഞ്ഞാൽ ഗേൾസിന്റെ നമ്പർ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസില് 60% ആണ് എന്ത്? 18 അല്ലെ? 60% ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ് ആണ് 18. ഇനി നമുക്ക് 60% എന്ന് പറഞ്ഞാൽ എന്താ? 60 ഡിവൈഡഡ് ബൈ 100 അല്ലേ? യെസ്. അപ്പൊ 60 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു എക്സ് എന്ത് കിട്ടി? 18 കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? നമുക്കറിയാം ഈ 60 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞ ഫ്രാക്ഷനെ നമ്മൾ എന്താക്കും? റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോ റെസിപ്രോക്കൽ ആവും. അപ്പൊ എന്ത് വരും? 18 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 100 എന്തായിരിക്കും? 100 ഡിവൈഡഡ് ബൈ 60 ആയിരിക്കും. ഒരു ഫ്രാക്ഷൻ അടുത്ത സൈഡിലോട്ട് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പം എന്തായി? റെസിപ്രോക്കലായി. ഡിനോമിനേറ്റർ ന്യൂമറേറ്ററും ആയി, ന്യൂമറേറ്റർ ഡിനോമിനേറ്ററും ആയി. അങ്ങനെയാണെങ്കിൽ ഈ 0 ക്യാൻസൽ ചെയ്തൂടെ? ബാക്കി എന്തുണ്ട്? 18 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 6 അല്ലെ? 18 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 6. ഈ 6ഉം 18ഉം ക്യാൻസൽ ചെയ്ത ഇവിടെ എന്താവും? 2 ആവില്ലേ? അപ്പൊ 2 ഇൻറ്റു 10 2 അല്ല, സോറി 3. 6 ഇൻറ്റു 3 അല്ലേ 18? യെസ്. അപ്പൊ 3 ഇൻറ്റു 10 വിച്ച് ഈസ് ഈക്വൽ ടു 30. അപ്പൊ എന്ത് കിട്ടി? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എക്സിന്റെ വാല്യൂ, എക്സിന്റെ വാല്യൂ ആണ് 30 കിട്ടിയത്. ദാറ്റ് മീൻസ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ത് കിട്ടി? 30 ആണ് എന്ന് കിട്ടി. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 30 കിട്ടി. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 30യും നമ്പർ ഓഫ് ഗേൾസ് 18ഉം കിട്ടിയാൽ നമുക്കറിയാം ഈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 30ന്ന് നമ്മൾ നമ്പർ ഓഫ് ഗേൾസ് 18 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 30 മൈനസ് 18. 30 മൈനസ് 18 എന്ത് വരും? 30 മൈനസ് 18. 12 അല്ലേ? 12 ആണ് എന്ത്? നമ്മളെ ബോയ്സിന്റെ നമ്പർ. അപ്പൊ അഷിമ ഇങ്ങനെയാണ് ചെയ്തത്. അഷിമ എന്ത് ചെയ്തു? ടോട്ടൽ സ്റ്റുഡൻസ് എക്സ് ആക്കിയിട്ട് എടുത്തു. എന്നിട്ട് പറഞ്ഞു 60% ഓഫ് എക്സ് ആണ് എന്ത്? 18. നമുക്ക് ക്വസ്റ്റ്യനിൽ 60% ആണ് ഗേൾസ് എന്ന് പറഞ്ഞിരുന്നു, 18 ആണ് ഗേൾസ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ടോട്ടലിൽ 60% ആണ് ഗേൾസ്. ദാറ്റ് മീൻസ് 60% ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 18. അങ്ങനെ അത് നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ 30 കിട്ടി. ദാറ്റ് മീൻസ്
ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 30 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബോയ്സ് എന്തായിരിക്കും? 30 - 18 വിച്ച് ഈസ് ഈക്വൽ ടു 12. അപ്പൊ ഇനി നമുക്ക് ജോൺ എങ്ങനെ ചെയ്തത് നോക്കിയാലോ. ജോൺ യൂണിറ്ററി മെത്തേഡ് ആണ് യൂസ് ചെയ്തത്. എന്താ ജോൺ ചെയ്തത്? 60 ഗേൾസ് ആണ് 100ല്. നമുക്ക് 60% ആണ് ഗേൾസിന്റെ പെർസെൻറ്റേജ് അല്ലെ തന്നത്. അങ്ങനെയാണെങ്കിൽ 60% എന്ന് പറഞ്ഞാൽ 60/100 ആണ്. അപ്പം 100 സ്റ്റുഡൻസില് 60 ആണ് ഗേൾസ്. അങ്ങനെയാണ് ജോൺ ചെയ്തത്. 100 സ്റ്റുഡൻസില് 60 ആണ് ഗേൾസ് എന്ന് എടുത്തു. There is one girl out of 100/60 students. അങ്ങനെയാണെങ്കിൽ 18 ഗേൾസിനെ നമ്മൾ എങ്ങനെ കാണും? ഹൗ മെനി സ്റ്റുഡൻറ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് കാണാൻ നമ്മൾ എന്ത് ചെയ്യും? 100/60 into 80. ഓക്കെ, there is one girl out of 100/60 students. അങ്ങനെയാണെങ്കിൽ 100 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അതിൽ 60 ആണ് ഗേൾസ്. 100 സ്റ്റുഡൻസിൽ 60 ഗേൾസ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കാണാൻ 100/60 into 18. 18 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഗേൾസ് കണ്ടു. അപ്പൊ എന്ത് കിട്ടി? ഈ 0യും ക്യാൻസൽ ചെയ്തു. ഈ 6ഉം 18ഉം ക്യാൻസൽ ചെയ്താൽ 3 ആയി. അപ്പൊ 10 into 3 വിച്ച് ഈസ് ഈക്വൽ ടു 30. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 30 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബോയ്സ് ഈസ് ഈക്വൽ ടു 12. ഓക്കെ, നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറഞ്ഞാൽ 30 - 18 വിച്ച് ഈസ് ഈക്വൽ ടു 12. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ റേഷ്യോ ഓഫ് ഗേൾസ് ടു റേഷ്യോ ഓഫ് ബോയ്സ് അല്ലായിരുന്നു. അപ്പൊ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഗേൾസ് ടു ദ നമ്പർ ഓഫ് ബോയ്സ് എന്ത് കിട്ടി? 18:12. 18 എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഗേൾസ്, ബോയ്സിന്റെ നമ്പർ 12. നമ്മളുടെ നമ്പർ ഓഫ് ഗേൾസ് ടു നമ്പർ ഓഫ് ബോയ്സ് പറഞ്ഞത് കൊണ്ട് 18:12. ഇനി നമ്പർ ഓഫ് ബോയ്സ് ടു ഗേൾസ് ആണെങ്കിൽ ബോയ്സ് ആണ് നമ്മൾ ആദ്യം എഴുതുക. അപ്പൊ 12:18. രണ്ടും ഡിഫറെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 18:12 18/12 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് രണ്ടിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? 3/2. അപ്പൊ നമ്മളെ റേഷ്യോ എന്താ? 3:2. അപ്പൊ നമ്പർ ഓഫ് ഗേൾസ് ടു നമ്പർ ഓഫ് ബോയ്സിന്റെ റേഷ്യോ 3:2. 3/2 നമുക്ക് 3:2 എന്ന് എഴുതാം. റീഡ് ആസ് 3:2. അപ്പം നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഗേൾസ് ടു നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദ ക്ലാസ് ആയിരുന്നു. അത് നമുക്ക് 3:2 എന്ന് കിട്ടി. എങ്ങനെയാ അത് കിട്ടിയത്? ഗേൾസിന്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ടായിരുന്നു. ഗേൾസിന്റെ പെർസെൻറ്റേജ് 60 ആയിരുന്നു. ഗേൾസിന്റെ നമ്പർ 18 ആണ് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കണ്ടു. ഏത് മെത്തേഡും നമുക്ക് യൂസ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കാണാൻ പറ്റും. നമുക്ക് ഏത് മെത്തേഡും യൂസ് ചെയ്യാം. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്ക് എന്ത് കിട്ടി? 30 ആണെന്ന് കിട്ടി. ഇങ്ങനെ ചെയ്താൽ മതി. 60% ഓഫ് എക്സ് എടുത്ത് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ, അപ്പൊ അതെന്താ? 18 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ 60% 18 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് നമുക്ക് 30 കിട്ടി. 30 ആണ് നമ്മളെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. 30 ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസും നമ്മളെ 18 നമ്പർ ഓഫ് ഗേൾസും ആണെങ്കിൽ നമ്പർ ഓഫ് ബോയ്സ് എന്ത് വരും? 12 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബോയ്സ് കിട്ടിയാൽ ഇനി നമുക്ക് റേഷ്യോ കണ്ടൂടെ? നമ്പർ ഓഫ് ഗേൾസ് ടു നമ്പർ ഓഫ് ബോയ്സ് 18:12 കിട്ടി. നമ്മൾ സിംപ്ലസ്റ്റ് ഫോമുല ആക്കിയപ്പം 3/2 എന്ന് കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു 3:2. സോ നമ്പർ ഓഫ് ഗേൾസ് ടു നമ്പർ ഓഫ് ബോയ്സ് ഈസ് ഈക്വൽ ടു 3:2. അപ്പൊ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേ? കോസ്റ്റ് പെർ ഹെഡ് കാണാനാണ്. ഒരാൾക്ക് വരുന്ന കോസ്റ്റ്. ഇഫ് 2 teachers are also going with the class. ക്ലാസ്സിന്റെ കൂടെ 2 ടീച്ചേഴ്സും പോകുന്നുണ്ട്. കോസ്റ്റ് കാണണം. നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടത് സ്കൂളിന് ആ പിക്നിക്കിന്റെ പ്ലേസിലോട്ട് 55 കിലോമീറ്റർ ആണ് കോസ്റ്റ്. ട്രാൻസ്പോർട്ട് കമ്പനി ചാർജ് ചെയ്യുന്നത് 1 കിലോമീറ്ററിന് 12 rupees ആണ്. പോരാത്തതിന് അതിന്റെ ഒരു റീഫ്രഷ്മെന്റും കൂടെ ഉണ്ട്, 4280 rupees. ടോട്ടൽ കോസ്റ്റ് ഓഫ് റീഫ്രഷ്മെന്റ്. അപ്പൊ അതെങ്ങനെയാ നമ്മൾ കാണുക? ടു ഫൈൻഡ് ദ കോസ്റ്റ് പെർ പേഴ്സൺ. ഒരാളെ കോസ്റ്റ് ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജും കാണണം. ടോട്ടൽ എക്സ്പെൻസ് എന്ത് വരും? റീഫ്രഷ്മെന്റ് ചാർജ് നമുക്ക് ഓൾറെഡി വേറെ ഉണ്ട്. അതിന്റെ കൂടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജും കൂടെ കാണണം. അപ്പൊ റീഫ്രഷ്മെന്റ് ചാർജ് നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 4280 ആണ് അല്ലേ? അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നമ്മളോട് എന്താ പറഞ്ഞേ? 1 കിലോമീറ്ററിന് 12 rupees ആണ്. 55 കിലോമീറ്റർ ആണ് പോകുന്നത് എന്നാണ് പറഞ്ഞത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ബോത്ത് വേസ് ഇൻറ്റു റേറ്റ് ചെയ്താൽ പോരെ?
55 2 ടീച്ചേഴ്സും കൂടെ ഉണ്ട് അല്ലെ. അപ്പൊ എന്ത് വരും 55 into 2 into 12. ഡിസ്റ്റൻസ് ബോത്ത് വേസ് ഇൻറ്റു റേറ്റ് ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടി 55 into 2 എന്ന് പറഞ്ഞാൽ 110 ആണ്. 110 into 12 വിച്ച് ഈസ് ഈക്വൽ ടു 1320. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്ത് കിട്ടി 1320 കിട്ടി. ബട്ട് നമ്മളോട് ടോട്ടൽ കോസ്റ്റ് പെർ ഹെഡ്, ഒരാളെ ടോട്ടൽ കോസ്റ്റ് ആണ് പറഞ്ഞത്. അപ്പം ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മാത്രം മതിയോ? അല്ല, ട്രാൻസ്പോർട്ടേഷൻ ചാർജിന്റെ കൂടെ എന്തും കൂടെ വേണം, റീഫ്രഷ്മെന്റ് ചാർജും കൂടെ വേണം. അപ്പോൾ റീഫ്രഷ്മെന്റ് ചാർജ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു 4280. അതിലോട്ട് നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആയ 1320 കൂടെ ആഡ് ചെയ്തു. 4280 പ്ലസ് 1320 അപ്പൊ എന്ത് കിട്ടി 5600. അപ്പം ടോട്ടൽ എക്സ്പെൻസ് 5600 എല്ലാരും കൂടെ. ബട്ട് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് പെർ പേഴ്സൺ, ഒരാളെ കോസ്റ്റ് കാണാനല്ലേ പറഞ്ഞേ. അപ്പൊ എത്ര ആളുകളുണ്ട് നമുക്കറിയാം. ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺ 18 ഗേൾസ് ആണ്. പിന്നെ ബോയ്സ് നമ്മൾ കണ്ടു 12 ആണ്. അതുപോലെ നമ്മളോട് പറഞ്ഞു 2 ടീച്ചേഴ്സും കൂടെ ഉണ്ട്. ഓക്കെ, 2 ടീച്ചേഴ്സും കൂടെ. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 30 ആണ് നമ്മൾ കണ്ടതാ. 18 + 12. അതിലോട്ട് 2 ടീച്ചേഴ്സും കൂടെ ആഡ് ചെയ്തപ്പോ എന്ത് കിട്ടി 32 പേഴ്സൺസ് ആണ് ഉള്ളത് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടെ 5600 ആണ് 32 പേഴ്സണിന്. ബട്ട് നമുക്ക് 32% ആണോ വേണ്ടത്? അല്ല, നമുക്ക് ഒരാളുതാണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരാളത് കാണാൻ 5600 ഡിവൈഡഡ് ബൈ 32 ചെയ്താൽ മതി അല്ലേ. അപ്പം അഷിമ ആൻഡ് ജോൺ ദെൻ യൂസ്ഡ് യൂണിറ്ററി മെത്തേഡ് ടു ഫൈൻഡ് ദ കോസ്റ്റ് പെർ ഹെഡ്. യൂണിറ്ററി മെത്തേഡ് യൂസ് ചെയ്തു. 32 പേഴ്സണിന് 5600 ആണെങ്കിൽ 1 പേഴ്സണിന് എന്ത് വരും 5600 ഡിവൈഡഡ് ബൈ 32. 5600 ഡിവൈഡഡ് ബൈ 32 വിച്ച് ഈസ് ഈക്വൽ ടു 175 എന്ന് വന്നു. അപ്പൊ ഒരാൾക്ക് എത്ര രൂപ മതി? 175 rupees ആണ് കോസ്റ്റ് പെർ പേഴ്സൺ. ഓക്കെ, അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാ. എന്തായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ? നമ്മളെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കോസ്റ്റ് പെർ ഹെഡ് ഇഫ് 2 ടീച്ചേഴ്സ് ആർ ഓൾസോ ഗോയിങ് വിത്ത് ദ ക്ലാസ്. പിക്നിക്കിന് 2 ടീച്ചേഴ്സും കൂടെ പോകുന്നുണ്ട്. ഓക്കെ, കുട്ടികൾ മാത്രം പോവോ? ഇല്ല. അപ്പം കുട്ടികളെ നോക്കാൻ ടീച്ചേഴ്സും കൂടെ പിക്നിക്കിന് പോകുന്നുണ്ട്. അപ്പം അവിടെ നമ്മൾ എന്താ ചെയ്തത്? നമ്മളുടെ ഒരാൾക്കുള്ള കോസ്റ്റ് കാണാനാണ് പറഞ്ഞത്. അപ്പൊ കോസ്റ്റ് നമുക്കറിയാം, റീഫ്രഷ്മെന്റ് വേറെയും ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ വേറെയും ഉണ്ട്. ആദ്യം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കണ്ടു, പിന്നെ റീഫ്രഷ്മെന്റ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും. അപ്പൊ ടോട്ടൽ കോസ്റ്റ് എല്ലായിടത്തും കൂടെയാണ് കിട്ടിയത്. ടോട്ടൽ എത്ര ആളുകളുണ്ട് നമുക്കറിയാം, 18 ഗേൾസും 12 ബോയ്സും. ടോട്ടൽ സ്റ്റുഡൻസ് 30 ആണ്. അതിലോട്ട് 2 ടീച്ചേഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ 32. അപ്പൊ ടോട്ടൽ നമുക്ക് 5600 കിട്ടി. 5600 ആണ് നമ്മളെ ടോട്ടൽ കോസ്റ്റ്. ആ 5600 ഡിവൈഡഡ് ബൈ ടോട്ടൽ പേഴ്സൺ 32 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5600 ഡിവൈഡഡ് ബൈ 32 എന്താ? 5600 divided by 32 which is equal to 175. അപ്പൊ ഒരാൾക്ക് 175 rupees ആണ്. അപ്പൊ നമ്മളെ സെക്കൻഡ് ക്വസ്റ്റ്യനും നമ്മൾ ക്ലിയർ ആക്കി. ഇനി നമുക്ക് നമ്മളെ തേർഡ് ക്വസ്റ്റ്യൻ എന്താ? ഇഫ് ദർ ഫസ്റ്റ് സ്റ്റോപ്പ് ഈസ് അറ്റ് എ പ്ലേസ് 22 കിലോമീറ്റർ ഫ്രം ദ സ്കൂൾ. അപ്പൊ അവരുടെ ഫസ്റ്റ് സ്റ്റോപ്പ് സ്കൂളിൽ 22 കിലോമീറ്റർ ആണ്. വാട്ട് പെർസെന്റ് ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് 55 കിലോമീറ്റർ ഈസ് ദിസ്? അപ്പൊ അത് 55 കിലോമീറ്ററിന്റെ എത്ര പെർസെന്റേജ് ആണ്? അതുപോലെ ബാക്കി എത്ര പെർസെന്റേജ് ഉണ്ട് കവർ ചെയ്യാൻ? അപ്പൊ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് ഓഫ് ദ പ്ലേസ് ഫസ്റ്റ് സ്റ്റോപ്പ് വാസ് മെയ്ഡ്. നമ്മളോട് പറഞ്ഞു നമ്മളെ സ്കൂളിന് നമ്മളെ ഫസ്റ്റ് സ്റ്റോപ്പിന് 22 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ അതായിരുന്നു പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അഷിമയും ജോണും പെർസെന്റേജ് ഓഫ് ഡിസ്റ്റൻസ് കാണാൻ രണ്ടാളും ഡിഫറെന്റ് മെത്തേഡ്സ് വെച്ചിട്ട് ചെയ്തു. എങ്ങനെയാണ്? അഷിമ എന്താ യൂസ് ചെയ്തത്? 22/55. അതെങ്ങനെ 22/55 കിട്ടി? നമ്മളോട് പറഞ്ഞു നമ്മളെ സ്കൂൾ ഇതാണ്, സ്കൂളിന് ഫസ്റ്റ് സ്റ്റോപ്പ് 22 കിലോമീറ്റർ ആണ്. പിന്നെ നമ്മളോട് വേറൊരു കാര്യം പറഞ്ഞിരുന്നു, നമ്മളെ സ്കൂളിന് ഈ പിക്നിക്കിലുള്ള പ്ലേസ്, ഈ ഒരു പിക്നിക്കിലുള്ള പ്ലേസിലോട്ട് 55 കിലോമീറ്റർ ആണ്. അപ്പം ഈ സ്റ്റോപ്പ്
അല്ലേ? ഈ സ്കൂളിൽ നിന്ന് സ്റ്റോപ്പിലോട്ട് 22 കിലോമീറ്റർ ആണ്, ടോട്ടൽ 55 കിലോമീറ്റർ ആണ്. അപ്പൊ പെർസെൻറ്റേജ് കാണാൻ നമ്മൾ എന്ത് ചെയ്യും? 22 ബൈ ടോട്ടൽ എത്ര? 55. അതാണ് നമ്മളെ ഫ്രാക്ഷൻ. ഇനി നമുക്കറിയാം ഒരു ഫ്രാക്ഷനെ പെർസെൻറ്റേജിലോട്ടാക്കാൻ ഒന്നെങ്കിൽ നമുക്ക് ഇൻറ്റു 100/100 ചെയ്യാം, അല്ലെങ്കിൽ ഇൻറ്റു 100 ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ 100 ആക്കാൻ നോക്കാം. ഇവിടെ നമുക്ക് 55 ആയതുകൊണ്ട് ഡിനോമിനേറ്റർ 100 ആക്കാൻ കഴിയില്ല അല്ലെ? ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 100 ആവില്ല. അപ്പൊ ഇവിടെ അശ്വിമ ചെയ്തത് 100/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഒരു മാറ്റം വരാൻ പോകുന്നില്ലല്ലോ, കാരണം ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും സെയിം നമ്പർ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. 100/100 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പൊ നമ്മൾ ഇതിന് ഒരു മാറ്റവും വരുന്നില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 22 × 100 എന്ത് വരും? 22 × 100 2200. ഇത് 5500 അല്ലേ? 5500 എന്ന് വരും. എന്നിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 40% എന്ന് കിട്ടി. 2200 × 5500 എന്ന് വന്നു. അപ്പൊ എന്ത് കിട്ടി? 40% ആണെന്ന് കിട്ടി. അപ്പം ഷീ ഈസ് മൾട്ടിപ്ലൈങ് ദ റേഷ്യോ ബൈ 100/100. റേഷ്യോനെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്? 100/100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അത് 1 ആണ്. എന്നിട്ടാണ് പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്തത്. ഇനി ജോൺ എങ്ങനെ യൂസ് ചെയ്തത്? ജോൺ പറഞ്ഞു 55 കിലോമീറ്ററിൽ 22 കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്തത് സ്കൂളിന് നമ്മളെ ഫസ്റ്റ് സ്റ്റോപ്പ്. അപ്പം 1 കിലോമീറ്ററിന് എന്തായിരിക്കും? ഔട്ട് ഓഫ് 1 കിലോമീറ്റർ എന്തായിരിക്കും? 22/55 ആയിരിക്കും ട്രാവൽ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ 100 കിലോമീറ്റർ കാണാൻ 22/55 × 100 ആണ് ട്രാവൽ ചെയ്തത്. അപ്പം 22/55 × 100 എന്ന് പറഞ്ഞാല് 2200 ഡിവൈഡഡ് ബൈ 55 ചെയ്തു. ഓക്കെ, 2000 അല്ലെങ്കിൽ ഈ 100ഉം 55 നമുക്ക് ക്യാൻസൽ ചെയ്താലോ? ക്യാൻസൽ ചെയ്താൽ ഇവിടെ 11 കിട്ടും. 100 ഡിവൈഡഡ് ബൈ 5 എന്താ? 100 ഡിവൈഡഡ് ബൈ 5. 2 5s are 10, 20. അപ്പൊ 20 ആണ്. എന്നിട്ട് 20 × 22 ചെയ്യാ, എന്നിട്ട് ഡിവൈഡഡ് ബൈ 11 ചെയ്താൽ മതി. അപ്പൊ 40% കിട്ടി ട്രാവൽ ചെയ്തത്. ദാറ്റ് ഈസ് 40% ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തത് അല്ലേ? അപ്പം നമ്മളെ സ്കൂളിന് ഈ ഒരു ഫസ്റ്റ് സ്റ്റോപ്പിലോട്ട് 40% ആണ്. അങ്ങനെയാണെങ്കിൽ സ്കൂളിന് നമ്മളെ പിക്നിക് സ്പോട്ടിലോട്ട് എത്രയായിരിക്കും? Both came out with the same answer that the distance from their school and the place where they stopped was 40%. അപ്പം സ്കൂളിനെ ഫസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത ആ പ്ലേസിലോട്ട് 40% ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ therefore the person distance left to be traveled. ഇനി ഈ ഒരു ഫസ്റ്റ് സ്റ്റോപ്പിന്ന് ഈ നമ്മളെ പിക്നിക്കിന്റെ പ്ലേസിലോട്ട് എത്ര ഉണ്ടായിരിക്കും? നമുക്കറിയാം ടോട്ടൽ എപ്പോഴും 100 ആയിരിക്കും. അതിൽ 40% ട്രാവൽ ചെയ്തു. 100ന്ന് 40 പോയാൽ ബാക്കി എന്തുണ്ടാവും? 60% ആയിരിക്കും ഇനി ഈ ഒരു ഫസ്റ്റ് സ്റ്റോപ്പിന്ന് നമ്മളെ പിക്നിക്കിന്റെ പ്ലേസിലോട്ട് ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് കണ്ടു? therefore person distance left ഉള്ളത് 60% ആണ്. അപ്പൊ നമ്മളെ സ്കൂളിനെ ഫസ്റ്റ് സ്റ്റോപ്പിലോട്ട് 40% ആണ്. രണ്ടാമത് നമ്മളോട് ചോദിച്ചിരുന്നത് ആ ഫസ്റ്റ് സ്റ്റോപ്പിന് ബാക്കി ഇനി ആ പിക്നിക്കിന്റെ പ്ലേസിലോട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും എന്നായിരുന്നു. അപ്പൊ അത് 60% ആണ്. അപ്പൊ നമ്മളെ 3 ക്വസ്റ്റ്യനും എന്ത് ചെയ്തു? കവർ ചെയ്തു. അപ്പൊ റേഷ്യോയും കണ്ടു, നമ്മളെ ഈ ഒരു പെർസെൻറ്റേജും കണ്ടു, നമ്മളെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയ ടോട്ടൽ കോസ്റ്റും നമ്മൾ കണ്ടു. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? നമ്മൾ എന്താണ് റേഷ്യോ എന്ന് പറഞ്ഞു, എന്താണ് പെർസെൻറ്റേജ്, പിന്നെ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.